നിങ്ങൾ സ്പെയിനിൽ ജോലി എടുത്തിട്ടും നിങ്ങൾക്ക് മിനിമം സാലറി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ മിനിമം സാലറി എത്രയാണെന്നാണ്. നിങ്ങളുടെ മിനിമം സാലറി എന്ന് പറയുന്നത് 1323 യൂറോ ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി അല്ല, അതിൽ നിന്ന് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി അടക്കം ഡിഡക്ട് ചെയ്തിട്ടുള്ള തുകയാണ് കയ്യിൽ കിട്ടുക. നമ്മളുടെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 6.38 ടു 6.68 വരെയാണ്. ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. മിനിസ്ട്രി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡെയിലി, മന്ത്ലി, ആനുവലി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മുടെ വേതനം കിട്ടുക. ലിംഗഭേദമോ കരാർ തരമോ കണക്കിലെടുക്കാതെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സാലറി നൽകണമെന്നാണ് സ്പാനിഷ് ഗവൺമെന്റ് പറയുന്നത്. 14 മാസം പേയ്മെന്റുകളുള്ള ചില കോൺട്രാക്റ്റുകളുണ്ട്. അത് 14 പേയ്മെന്റ് ആയാലും 12 പേയ്മെന്റ് ആയെങ്കിലും ടോട്ടലി നോക്കുകയാണെങ്കിൽ 15,876 യൂറോ നമുക്ക് കിട്ടിയിരിക്കണം. ചില കരാറുകളുടെ അടിസ്ഥാനത്തിൽ 14 മാസത്തെ പേയ്മെന്റുകളാണ് നമുക്ക് നൽകുന്നത്. അതായത് വർഷം 12 മാസം ഉള്ളൂ എങ്കിലും 14 തവണയായിട്ട് നമുക്ക് പേയ്മെന്റ് ലഭിക്കും. ഈ പേയ്മെന്റ് 15,876 യൂറോ ഇയർലി ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിലും കുറവാണെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ വകുപ്പും സ്പാനിഷ് ഗവൺമെന്റിനുണ്ട്. ഒരു ജീവനക്കാരന് മിനിമം വേതനം ലഭിക്കുന്നില്ല എങ്കിൽ ലേബർ ഇൻസ്പെക്ടറിനെ പരാതിപ്പെടാനോ, അങ്ങനെ പരാതിപ്പെട്ട ശേഷം അവർ നിങ്ങളുടെ കേസ് വിലയിരുത്തി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കും. പിന്നെ നിങ്ങൾ ഏത് കമ്പനിയാണോ നിങ്ങളുടെ കോൺട്രാക്ട് വെച്ചത് ആ ഒരു കമ്പനിക്ക് വലിയൊരു എമൗണ്ട് ഫൈനായിട്ട് തുക അടയ്ക്കേണ്ടതായിട്ടും വരും. ഈ ക്രൈറ്റീരിയ കണക്കിലെടുത്ത് സ്പെയിനിന്റെ നിയമ നടപടികൾ പാലിക്കാത്ത തൊഴിലുടമകളുടെ മേൽ സ്പാനിഷ് അധികാരികൾക്ക് പിഴ ചുമത്താനായിട്ട് കഴിയും. അപ്പോൾ അടുത്ത വിശേഷങ്ങളായി വരുന്നവരേക്കും ബൈ.